റാങ്കിങ് ടാസ്ക് വന്ന സമയത്ത് അവിടെ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് അഭിഷേകിനെയാണ്. അപ്പൊ ജാസ്മിനും അഭിഷേകും തമ്മിൽ ഒരു വാക്ക് തർക്കം അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട് അവിടെ. പക്ഷേ ജാസ്മിൻ പറയുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത്, ഒന്നാം സ്ഥാനം നേടാനുള്ള യോഗ്യത നിനക്കിപ്പോൾ ആയിട്ടില്ല, നിനക്ക് പിന്നീട് ഉണ്ടാവാം, ഇനിയും ഒരു മാസം ഉണ്ട്, നിനക്ക് കയറി വരാനായിട്ട് സാധിക്കുമായിരിക്കാം, പക്ഷെ ഇപ്പോഴത്തെ ലെവലിൽ നിനക്ക് ഒന്നാം സ്ഥാനത്തിന് യാതൊരുവിധ അർഹതയില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ വാദം. ജാസ്മിൻ അതിന് പറയുന്നുണ്ട്, നീ ഈ വീട്ടിലെ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല, ഇവിടെ നീ ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല, അതൊക്കെ കൊണ്ട് തന്നെ നിനക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാൻ പറയില്ല, പിന്നീട് നിനക്ക് വേണമെങ്കിൽ കളിച്ച് മുന്നോട്ട് വരാം എന്നുള്ളതാണ് ജാസ്മിന്റെ വാദം. അപ്പൊ അവിടെ ജാസ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് 5ാം സ്ഥാനത്ത് പോയി നിന്നു എന്നുള്ളത്. അപ്പൊ ജാസ്മിൻ പറയുന്നത്, എനിക്ക് ഒരുപാട് തെറ്റുകളും പ്രോബ്ലംസും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പലതവണ, അതുപോലെ എനിക്കും തിരിച്ചറിവുകളുണ്ട്, അതുകൊണ്ട് എനിക്കതെല്ലാം തിരുത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇനിയുള്ള സമയം എന്റെ മുന്നോട്ട് വരാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, അല്ല നിനക്കാണല്ലോ അഭിപ്രായമുള്ളത് എനിക്ക് ഒന്നാം സ്ഥാനത്തിന് യോഗ്യതയില്ല എന്നുള്ളത്, നിന്റെ അഭിപ്രായത്തിന് ഞാനൊരു വിലയും കൽപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ നീ പറയുന്നത് ഒന്നും ഇന്നേ വരെ ശരിയായിട്ടില്ല, നിന്റെ ചിന്തകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇന്നേ വരെ ശരിയായിട്ടില്ല, എല്ലാം തെറ്റുകളായിരുന്നു, നിന്റെ ചിന്തകൾ മുഴുവൻ പ്രവർത്തികൾ മുഴുവൻ തെറ്റായിരുന്നു എന്നാണ് അഭിഷേക് അവിടെ പറയുന്നത്. അവിടെ ജാസ്മിനിട്ട് നല്ലൊരു കൊട്ടാണ് അഭിഷേക് കൊടുക്കുന്നത്, നീ ഇതുവരെ ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതുമായ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നൊരു കാര്യമാണ് അവിടെ അഭിഷേക് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ജിൻഡോ വെള്ളം ബോട്ടിലൊക്കെ ആയിട്ട് ആ വഴിക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ ജിൻഡോ ആ വെള്ളം ബോട്ടിലുണ്ട് ജാസ്മിനെ അടിക്കാനുള്ള ചുമ്മാ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഒരെണ്ണം കൊടുത്താലോ എന്നുള്ള മട്ടില്. അത് കണ്ടിട്ട് അഭിഷേക് ചിരിക്കുന്നുണ്ട്. അഭിഷേകിന് എന്തായാലും നല്ല കലിപ്പ് വരുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ വർത്താനം കേട്ടിട്ട്. അവസാനം അഭിഷേക് പറഞ്ഞു, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, നിന്റെ വാക്ക് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കാം എനിക്ക് യോഗ്യതയില്ലാന്ന്, പക്ഷെ നിന്റെ തോന്നലുകളൊന്നും ഇവിടെ ശരിയായിട്ടില്ല, ആ തോന്നലുകൾ എനിക്ക് വിശ്വസിക്കേണ്ട കാര്യവുമില്ല, എനിക്ക് എന്റേതായ വിശ്വാസമുണ്ട്, എനിക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കാനായിട്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ജാസ്മിനെ ഒഴിവാക്കുന്നുണ്ടായിരുന്നു അഭിഷേക്.